പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിന്ന് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ആദ്യത്തെ യൂണിറ്റ് ആയിട്ടുള്ള ദ വാംത്ത് ഓഫ് ലവ് എന്ന യൂണിറ്റാണ് പഠിക്കാൻ പോകുന്നത്. ദ വാംത്ത് ഓഫ് ലവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഊഷ്മളത എന്നാണ് അർത്ഥം. അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, അതോടൊപ്പം താഴെയായിട്ട് ഒരു കോട്ട് കൂടെ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നോക്കാം. എർത്ത് ഈസ് ദ റൈറ്റ് പ്ലേസ് ഫോർ ലവ്. റോബർട്ട് ഫ്രോസ്റ്റ് ആണ് പറഞ്ഞേക്കുന്നത്. എന്താ പറഞ്ഞേക്കുന്നത്? സ്നേഹിക്കാനുള്ള ഏറ്റവും നല്ല സ്ഥലമാണ് ഭൂമി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഈ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ദ കിസ്സിംഗ് ഹാൻഡ്. ഇൻ ദി സ്റ്റോറി എ ലിറ്റിൽ റക്കൂൺ നെയ്മഡ് ചെസ്റ്റർ ഈസ് ഹെസിറ്റന്റ് അബൌട്ട് ഗോയിങ് ടു സ്കൂൾ. നൗ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് ടു ഹിം. ഈ ഒരു കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് റക്കൂൺ. റക്കൂണിൻ്റെ പേരാണ് ചെസ്റ്റർ. ഈ റക്കൂൺ എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കയിൽ കാണപ്പെടുന്ന ഒരു തരം ജീവിയാണ്. അപ്പോൾ അവൻ എന്താ ചെയ്യുന്നത്? സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മടിച്ചിരിക്കുകയാണ്. ഹെസിറ്റന്റ് മീൻസ് മടി എന്നാണ് അർത്ഥം. ചെസ്റ്റർ റക്കൂൺ സ്റ്റുഡ് അറ്റ് ദ എഡ്ജ് ഓഫ് ദി ഫോറസ്റ്റ് ആൻഡ് ക്രൈഡ്. അവൻ എന്താ ചെയ്യുന്നത്? ഫോറസ്റ്റിലെ ഒരു അരികിലിരുന്നിട്ട്, കാടിലെ ഒരു അരികിലിരുന്നിട്ട് കരയുവാണ്. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ, ഹി ടോൾഡ് ഹിസ് മദർ. എനിക്ക് സ്കൂളിലേക്ക് പോവണ്ട, അവൻ്റെ അമ്മയോട് പറഞ്ഞു. ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. എനിക്ക് അമ്മയുടെ കൂടെ വീട്ടിലിരുന്നാൽ മതി. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ കൂട്ടുകാരോടൊപ്പം കളിച്ചാൽ മതി. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. എനിക്ക് കളിപ്പാട്ടങ്ങളുടെ കൂടെ കളിച്ചാൽ മതി. ഐ വാണ്ട് ടു റീഡ് മൈ ബുക്സ്. എനിക്ക് എൻ്റെ പുസ്തകങ്ങൾ വായിച്ചാൽ മതി. ഐ വാണ്ട് ടു സ്വിങ് ഓൺ മൈ സ്വിങ്. ഇവിടെ ഊഞ്ഞാലിൻ്റെ മേലെ ആടിയാൽ മതി, അതായത് ഊഞ്ഞാലാടിയാൽ മതി എന്നാണ് പറയുന്നത്. അതിൽ ഇവിടെ ആദ്യം പറയുന്ന സ്വിങ് എന്ന് വെച്ചാൽ ഊഞ്ഞാലാടുക, അതായത് ഒരു ക്രിയ, വേർബാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് പറയുന്ന സ്വിങ് എന്ന് പറഞ്ഞാൽ ഊഞ്ഞാൽ, അതായത് നൗൺ, നാമം ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താ പറയുന്നത്? പ്ലീസ് മേ ഐ സ്റ്റേ ഹോം വിത്ത് യു. ഞാനിവിടെ വീട്ടിൽ തന്നെ ഇരുന്നോട്ടെ എന്നാണ് പറയുന്നത്, എന്നെ അതിന് അനുവദിക്കൂ എന്ന്. അപ്പോൾ അമ്മയായിട്ടുള്ള മിസ്സിസ് റക്കൂൺ എന്താ പറയുന്നത്? മിസ്സിസ് റക്കൂൺ സ്റ്റുഡ് ചെസ്റ്റർ ബൈ ദ ഹാൻഡ് ആൻഡ് നസിൽഡ് ഹിസ് ഇയർ. അമ്മ എന്ത് ചെയ്തു? മൃദുവായിട്ട് മൂക്കുകൊണ്ട് അവനെ ഒന്ന് ഉരതി. അവനെ കയ്യിലിങ്ങനെ പിടിച്ചുകൊണ്ട് മൃദുവായിട്ട് അവൻ്റെ മൂക്കിലൊന്നിങ്ങനെ ഉരതുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ സ്നേഹത്തോടെയാണ് ഇവിടെ ഉരതിയിട്ടുള്ളത് കേട്ടോ. സംടൈംസ് വി ഓൾ ഹാവ് ടു ഡു തിങ്സ് വി ഡോണ്ട് വാണ്ട് ടു ഡു. ചിലപ്പോഴൊക്കെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഷീ ടോൾഡ് ഹിം ജെൻറ്റ്ലി. അമ്മ റക്കൂണ് മകനോട് എന്ത് ചെയ്തു? മൃദുവായി പറഞ്ഞു കൊടുത്തു. ഈവൺ ഇഫ്, എന്നിരുന്നാലും, ദേ സീം സ്ട്രേഞ്ച് ആൻഡ് സ്കേഴ്സി അറ്റ് ഫസ്റ്റ്. ആദ്യമൊക്കെ, തുടക്കത്തിലൊക്കെ നമുക്കതൊരു പ്രത്യേകതയുള്ള അല്ലെങ്കിൽ ഒരു ഭയപ്പെടുത്തുന്ന ഒന്നായിട്ട് തോന്നിയേക്കാം. ബട്ട് യു വിൽ ലവ് സ്കൂൾ വൺസ് യു സ്റ്റാർട്ട്. സ്കൂൾ തുടങ്ങിക്കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? സ്കൂളിനെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങും. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. നിനക്ക് എന്ത് ചെയ്യും? പുതിയ സുഹൃത്തുക്കൾ ഉണ്ടാവും. അതുപോലെ തന്നെ പുതിയ കളിപ്പാട്ടങ്ങളായിട്ട് നീ കളിക്കാനും തുടങ്ങും. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്. അതായത് പുതിയ പുസ്തകങ്ങൾ നീ വായിച്ചു തുടങ്ങും. അതുപോലെ തന്നെ ഇവിടെ ഊഞ്ഞാലുണ്ടെങ്കിൽ കൂടെ പുതിയ ഊഞ്ഞാൽ നീ എന്ത് ചെയ്യും? ഊഞ്ഞാലാടാനും തുടങ്ങും. ബിസൈഡ്സ്, അതോടൊപ്പം ഷീ ആഡഡ്, ഒരു കാര്യം കൂടെ അമ്മ എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തു. ഐ നോ എ വണ്ടർഫുൾ സീക്രട്ട് ദാറ്റ് വിൽ മേക്ക് യുവർ നൈറ്റ്സ് അറ്റ് സ്കൂൾ സീം ആസ് വാം ആൻഡ് കോസി ആസ് യുവർ ഡേയ്സ് അറ്റ് ഹോം. ഇതൊരു ബോർഡിംഗ് സ്കൂളാണ്, അതുകൊണ്ട് തന്നെ അമ്മ ഒരു സീക്രട്ട് കൂടെ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചു. എന്താണ് ആ സീക്രട്ട്? നീ നിൻ്റെ വീട്ടിൽ എങ്ങനെയായിരിക്കുന്നുവോ, രാത്രി സമയങ്ങളിൽ നീ നിൻ്റെ വീട്ടിൽ എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെയാണ് നീ നിൻ്റെ സ്കൂളിൽ പോയി കഴിഞ്ഞാലും ഉണ്ടാവുക. അതായത് രാത്രിയിൽ ഇപ്പോൾ അമ്മ ഇല്ലാത്ത ബുദ്ധിമുട്ടൊക്കെയല്ലേ കുട്ടികൾക്ക് ഉണ്ടാവുക, അമ്മ ഇല്ലല്ലോ കൂടെ എന്നുള്ളത്. പക്ഷേ ഈ ഒരു സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാലും അമ്മ ഒരു സീക്രട്ട് നിനക്ക് പറഞ്ഞു തരാം. ആ ഒരു സീക്രട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുണ്ട്? നീ നിൻ്റെ വീട്ടിൽ രാത്രിയിലുള്ള അതുപോലെ തന്നെയാണ് സ്കൂളിൽ പോയി കഴിഞ്ഞാലും ഉണ്ടാവുക. അവിടുത്തെ രാത്രികൾ നിനക്ക് നല്ല ഒരു ഊഷ്മളമുള്ളതായിട്ട് നിനക്ക് തോന്നും. വാം മീൻസ് ഊഷ്മളം എന്നാണ് അർത്ഥം. കോസി മീൻസ് കംഫർട്ടബിൾ, ഭയങ്കര കംഫർട്ടായിട്ട് നിനക്ക് തോന്നും എന്നാണ് പറയുന്നത്. ചെസ്റ്റർ വൈപ്ഡ് എവേ ഹിസ് ടിയേഴ്സ് ആൻഡ് ലുക്ക്ഡ് ഇൻട്രസ്റ്റഡ്. അപ്പോൾ ചെസ്റ്റർ എന്ത് ചെയ്യായിരുന്നു? ആദ്യം കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? അപ്പോൾ കണ്ണുനീരൊക്കെ തുടച്ചിട്ട് കുറച്ച് ഇൻട്രസ്റ്റോട് കൂടിയിട്ട് അമ്മയൊന്ന് നോക്കി. എ സീക്രട്ട്? വാട്ട് കൈൻഡ് ഓഫ് സീക്രട്ട്? സീക്രട്ടോ, രഹസ്യമോ? എന്ത് സീക്രട്ടാണ് പറയാനുള്ളത് എന്ന് അമ്മയോട് ചോദിച്ചു. എ വെരി ഓൾഡ് സീക്രട്ട് സെഡ് മിസ്സിസ് കൂൺ. മിസ്സിസ് കൂൺ എന്താ പറയുന്നത്? ഒരു പഴയ സീക്രട്ടാണ്, പുതിയതൊന്നല്ല, പഴയൊരു സീക്രട്ടാണ് എന്നുള്ളത് പറഞ്ഞു. ഐ ലേൺഡ് ഇറ്റ് ഫ്രം മൈ മദർ. ഞാനത് എവിടെ നിന്നാണ് പഠിച്ചത്? എൻ്റെ അമ്മയിൽ നിന്നാണ് പഠിച്ചിട്ടുള്ളത്. ആൻഡ് ഷീ ലേൺഡ് ഇറ്റ് ഫ്രം ഹെർ മദർ. അതുപോലെ മുത്തശ്ശി എവിടെ നിന്ന്? അമ്മമ്മ എന്ന് പറയുന്നത് മുത്തശ്ശിയിൽ നിന്നാണ് പഠിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. ഇറ്റ്സ് കോൾഡ് ദ കിസ്സിംഗ് ഹാൻഡ്. ആ ഒരു സീക്രട്ടിൻ്റെ പേരെന്താണ്? ദ കിസ്സിംഗ് ഹാൻഡ്.
ദ കിസ്സിങ് ഹാൻഡ് ആസ്ക്ഡ് ചെസ്റ്റർ. ചെസ്റ്റർ ചോദിച്ചു, കിസ്സിങ് ഹാൻഡോ? എന്താ അത് എന്ന് ചോദിച്ചു. വാട്ട്സ് ദാറ്റ്? എന്താ ഇത്? ഐ വിൽ ഷോ യു. അമ്മ എന്താ പറഞ്ഞത്? ഞാനത് നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. മിസ് റക്കൂൺ ടുക്ക് ചെസ്റ്റേഴ്സ് ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് സ്പ്രെഡ് ഹിസ് ടൈനി ഫിംഗേഴ്സ് ഇൻ ടു എ ഫാൻ. അമ്മ റക്കൂൺ എന്ത് ചെയ്തു? ചെസ്റ്ററിൻ്റെ ഇടത് കൈ ഇങ്ങനെ തുറന്നു വെച്ചു. ടൈനി ഫിംഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വിരലുകൾ എന്നാണ് അർത്ഥം. ലീനിങ് ഫോർവേഡ്, അത് തുറന്നിങ്ങനെ മുൻപോട്ട് വെച്ചു. ഷീ കിസ്ഡ് ചെസ്റ്റർ റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. എന്നിട്ട് അവൻ്റെ ഉള്ളം കയ്യിൽ എന്ത് ചെയ്തു? അമ്മ ഉമ്മ കൊടുത്തു. ചെസ്റ്റർ ഫെൽറ്റ് ഹിസ് മദേഴ്സ് കിസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ് അപ്പ് ഹിസ് ആം ആൻഡ് ഇൻ ടു ഹിസ് ഹേർട്ട്. അതായത് അവൻ്റെ അമ്മ നൽകിയിട്ടുള്ള ആ ഒരു ഉമ്മ അവൻ്റെ ഹൃദയത്തിലേക്ക് എന്ത് ചെയ്തു? പോയി, ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നതുപോലെ അവന് തോന്നി. ഈവൻ ഹിസ് സിൽക്കി ബ്ലാക്ക് മാസ്ക് ടിങ്കിൾഡ് വിത്ത് എ സ്പെഷ്യൽ വാംത്ത്. ടിങ്കിൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇക്കിളി ആയതുപോലെ തോന്നുക. ബ്ലാക്ക് മാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റക്കൂണിൻ്റെ മുഖത്ത് ആ ഒരു പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് മാസ്ക് പോലെ കാണുന്നില്ലേ? അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്തു? ആ ഒരു ബ്ലാക്ക് മാസ്ക് ഒക്കെ കടന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്പെഷ്യൽ വാംത്ത്, ഒരു ഊഷ്മളമായിട്ട് അവൻ ആ ഒരു ഉമ്മ അവൻ്റെ മനസ്സിലെങ്ങനെ തോന്നി. അമ്മ നൽകിയിട്ടുള്ള ആ ഒരു ഉമ്മ അത്രയും സ്പെഷ്യലായിട്ട് അവന് തോന്നി, ഒരു സ്പെഷ്യലായിട്ട് അവൻ്റെ മനസ്സിലങ്ങനെ തോന്നി. മിസ് റക്കൂൺ സ്മൈൽഡ്. അവൻ്റെ അമ്മ ചിരിച്ചു. നൗ ഷി ടോൾഡ് ചെസ്റ്റർ. എന്നിട്ട് എന്താ പറയുന്നത്? വെനെവർ യു ഫീൽ ലോൺലി ആൻഡ് നീഡ് എ ലിറ്റിൽ ലവ് ഫ്രം ഹോം, ജസ്റ്റ് പ്രസ് യുവർ ഹാൻഡ് ടു യുവർ ചീക്ക് ആൻഡ് തിങ്ക് മോമി ലവ്സ് യു, മോമി ലവ്സ് യു. അതായത് നിനക്ക് എപ്പോഴെങ്കിലും നീ ഒറ്റപ്പെട്ടതായിട്ട്, ലോൺലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടതായിട്ട് നിനക്ക് തോന്നുവാണ്, അതുപോലെ നിൻ്റെ വീട്ടിലാരും നിൻ്റെ കൂടെ ഇല്ല എന്ന് തോന്നുമ്പോൾ നിനക്ക് നിൻ്റെ വീട്ടിലൊരു സ്നേഹം വേണമെന്ന് തോന്നുന്ന സമയത്ത് നീ എന്ത് ചെയ്യണം? പ്രസ് യുവർ ഹാൻഡ്. നീ നിൻ്റെ ഉള്ളം കൈ ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് നിൻ്റെ മുഖത്ത്, ചീക്ക് എന്ന് പറഞ്ഞാൽ കവിളത്തോട്ട് എന്ത് ചെയ്യുക? ഇങ്ങനെ വെക്കുക. അപ്പോൾ നിനക്ക് എന്ത് തോന്നും? മോമി ലവ്സ് യു, അതായത് നിൻ്റെ അമ്മയ്ക്ക് നിന്നോട് സ്നേഹമുണ്ട് എന്നുള്ളത്, അമ്മ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് നിനക്ക് തോന്നും. നീ ഒറ്റപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന സമയങ്ങളിൽ അമ്മ നൽകിയിട്ടുള്ള ആ ഒരു ഉമ്മ തന്നിട്ടുള്ള കൈ എന്ത് ചെയ്യുക? നീ നിൻ്റെ കവിളത്തോട്ട് ഇങ്ങനെ അടുപ്പിച്ച് വെക്കുക. അപ്പം നിനക്ക് നിൻ്റെ അമ്മയുടെ സ്നേഹം അനുഭവപ്പെടാൻ വേണ്ടിയിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. ആൻഡ് ദാറ്റ് വെരി കിസ് വിൽ ജംപ് ഇൻ ടു യുവർ ഫേസ് ആൻഡ് ഫിൽ യു വിത്ത് ടോസ്ലി വാം തോട്ട്സ്. അതായത് ഇങ്ങനെ വെക്കുന്ന സമയത്ത് ആ ഒരു കിസ്സ് അമ്മ നേരിട്ട് തരുന്ന ഉമ്മ പോലെ നിനക്കത് ഫീൽ ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് ഭയങ്കര കംഫർട്ടബിളായിട്ട് നിനക്ക് തോന്നുന്നതാണ് പറയുന്നത്. ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ് ആൻഡ് കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ് അറൗണ്ട് ദ കിസ്. അവൻ്റെ അമ്മ എന്ത് ചെയ്തു? അവൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഭയങ്കര കെയർഫുൾ, ഭയങ്കര ശ്രദ്ധയോട് കൂടിയിട്ട് അവൻ്റെ കൈ പിടിച്ചിട്ട് അതിൽ നിറയെ, റാപ്പ് മീൻസ് പൊതിയ എന്നാണ് അർത്ഥം. അതായത് അവൻ്റെ കൈ നിറയെ ഉമ്മ കൊണ്ട് പൊതിഞ്ഞു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. നൗ ബി കെയർഫുൾ നോട്ട് ടു ലോസ് ഇറ്റ്, ഷീ ടീസ്ഡ് ഹിം. അതായത് അമ്മ റക്കൂൺ മകനെ കളിയാക്കിക്കൊണ്ട് പറയുകയാണ്, ഞാൻ തന്നിട്ടുള്ള ഉമ്മ നീ കളയരുതിട്ടോ എന്നൊരു തമാശയ്ക്ക് പറയാണ്. ബട്ട് ഡോണ്ട് വെറി, വെൻ യു ഓപ്പൺ യുവർ ഹാൻഡ് ടു വാഷ് ആഫ്റ്റർ ഹാവിങ് ഫുഡ് ഐ പ്രോമിസ് ദ കിസ് വിൽ സ്റ്റിക്ക്. അതായത് നീ ഭക്ഷണം കഴിച്ചിട്ട് നിൻ്റെ കൈ കഴുകിയാൽ പോലും ഞാൻ തന്നിട്ടുള്ള ഉമ്മ എന്ത് ചെയ്യും? അവിടെ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കും. സ്റ്റിക്ക് ചെയ്യുക മീൻസ് ഒട്ടിപ്പിടിച്ചിരിക്കും. ചെസ്റ്റർ ലവ്ഡ് ഹിസ് കിസ്സിങ് ഹാൻഡ്. അപ്പോൾ ചെസ്റ്ററിന് എന്ത് ഇഷ്ടപ്പെട്ടു? അമ്മ തന്നിട്ടുള്ള ആ ഒരു കിസ്സ് ചെയ്തിട്ടുള്ള ഹാൻഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നൗ ഹീ ന്യൂ ഹിസ് മദേഴ്സ് ലവ് വുഡ് ഗോ വിത്ത് ഹിം വെറെവർ ഹീ വെൻറ്റ്, ഈവൻ ടു ദ സ്കൂൾ. അപ്പോൾ ചെസ്റ്ററിന് എന്തറിയാം? ഇപ്പോൾ അമ്മ തന്നിട്ടുള്ള ആ ഒരു ഉമ്മ ഉണ്ടല്ലോ, അത് അവൻ്റെ കൂടെ എവിടെ പോയി കഴിഞ്ഞാലും അവൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അത് അവൻ്റെ അമ്മയുടെ സ്നേഹമാണ്. ആ ഒരു സ്നേഹം എപ്പോഴും അവൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലായി. ദാറ്റ് നൈറ്റ് ചെസ്റ്റർ സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് സ്കൂൾ ആൻഡ് ലുക്ക്ഡ് തോട്ട്ഫുൾ. ആ ഒരു ദിവസം രാത്രിയിൽ ചെസ്റ്റർ എന്ത് ചെയ്തു? അവൻ്റെ സ്കൂളിൻ്റെ ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് സ്കൂളിന് മുൻപിലായിട്ട് നിന്നിട്ട് അവൻ എന്ത് ചെയ്തു? അവൻ അതിങ്ങനെ ആലോചിച്ചു. സഡൻലി ഹി ടേൺ ടു ഹിസ് മദർ ആൻഡ് ഗ്രിൻഡ്. അവൻ പെട്ടെന്ന് അവൻ്റെ അമ്മ ഇങ്ങനെ തിരിഞ്ഞു നോക്കി. എന്നിട്ട് എന്ത് ചെയ്തു? ഒന്ന് ഗ്രിൻഡ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചിരിക്കുക, പല്ല് കാട്ടി ചിരിക്കുക എന്നാണ് അർത്ഥം. അവൻ പെട്ടെന്ന് അമ്മയെ തിരിഞ്ഞു നോക്കിയിട്ടൊന്ന് ചിരിച്ചു. ഗിവ് മീ യുവർ ഹാൻഡ് ഹി ടോൾഡ് ഹെർ. അമ്മയുടെ കൈയൊന്ന് തരൂ എന്ന് അവൻ അവൻ്റെ അമ്മയോട് പറഞ്ഞു. ചെസ്റ്റർ ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ഇൻ ഹിസ് ഔൺ ആൻഡ് അൺഫോൾഡഡ് ഹെർ ലാർജ് ഫെമിലിയർ ഫിംഗേഴ്സ് ഇൻ ടു എ ഫാൻ. അതായത് അവൻ്റെ അമ്മയുടെ കൈ എന്ത് ചെയ്തു? ഇങ്ങനെ തുറന്നു വെച്ചു. മുഴുവനായിട്ട് മടക്കി വെച്ചിരുന്ന കൈകളിലെ വിരലുകളൊക്കെ തുറന്നു വെച്ചു.
ഫെമിലിയർ ഫിംഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അമ്മയുടെ വിരലുകൾ എന്താണ്, അവന് പരിചിതമുള്ള വിരലുകളാണ്. അപ്പോൾ അത് അവൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് അമ്മയുടെ കൈ പിടിച്ചിട്ട് ആ മുഴുവൻ വിരലുകൾ ഇങ്ങനെ തുറന്നു വെച്ചു. നെക്സ്റ്റ് ഹീ ലീൻഡ് ഫോർവേഡ് ആൻഡ് കിസ്ഡ് ദ സെൻറ്റർ ഓഫ് ഹെർ ഹാൻഡ്. അവൻ്റെ അമ്മയുടെ ഉള്ളം കൈയിലായിട്ട് അവൻ എന്ത് ചെയ്തു, ഉമ്മ കൊടുത്തു. നൗ യു ഹാവ് എ കിസ്സിങ് ഹാൻഡ് ടു. ഇപ്പോൾ അമ്മയ്ക്കും എന്തുണ്ട്, ഒരു കിസ്സിങ് ഹാൻഡ് ഉണ്ട്. ഹി ടോൾഡ് ഹെർ വിത്ത് എ ജെൻറ്റിൽ ഗുഡ് ബൈ. ഒരു വിട പറയുന്നത് പോലെ എന്ത് ചെയ്തു, അവനത് അവൻ്റെ അമ്മയോട് പറഞ്ഞു. അതായത് മകന് അമ്മ നൽകിയിട്ടുള്ള ആ ഒരു കിസ്സിങ് ഹാൻഡ് ഉള്ളതുപോലെ തന്നെ മകൻ തിരിച്ച് അമ്മയ്ക്കും ഒരു കിസ്സിങ് ഹാൻഡ് നൽകി. ഐ ലവ് യു, ചെസ്റ്റർ സെഡ് ആസ് ഹി ടേൺഡ് ആൻഡ് ഡാൻസ്ഡ് എവേ. ഐ ലവ് യു, അമ്മയെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തു, തിരിഞ്ഞ് പോയി. ഡാൻസ്ഡ് എവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പോവുക എന്നുള്ളൊരു അർത്ഥം കൂടി ഉണ്ട്. അവൻ ഇത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തിരിഞ്ഞു പോയി. മിസ് റക്കൂൺ watched Chester scamper across a tree limb and enter the school. As the first bell of the new school year rang, she pressed her left hand to her cheek and smiled. അപ്പോൾ ചെസ്റ്റർ സ്കൂളിലേക്ക് കടക്കുന്നത് നോക്കി അവൻ്റെ അമ്മ ഇങ്ങനെ കാത്തു നിന്നു. അത് കഴിഞ്ഞ് അവൻ്റെ സ്കൂളിൽ ആദ്യത്തെ ബെല്ലടിച്ച സമയത്ത് അവൻ്റെ അമ്മ എന്താ ചെയ്തത്, അവൻ നൽകിയിട്ടുള്ള ആ ഒരു കിസ് ചെയ്തിട്ടുള്ള ഹാൻഡ് എന്ത് ചെയ്തു, അവൻ്റെ അമ്മ അവളുടെ കവിളോട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടൊന്ന് പുഞ്ചിരിച്ചു. ദ വാംത്ത് ഓഫ് ചെസ്റ്റേഴ്സ് കിസ് ഫിൽഡ് ഹെർ ഹേർട്ട് വിത്ത് സ്പെഷ്യൽ വേർഡ്സ്. അപ്പോൾ അങ്ങനെ വെച്ച സമയത്ത് അവൾക്ക് ഒരുപാട് എന്ത് ചെയ്തു, ഒരുപാട് സന്തോഷം തോന്നി, ഒരുപാട് സ്പെഷ്യൽ വേർഡ്സ് കൊണ്ട് നിറഞ്ഞതുപോലെ തന്നെ തോന്നി. അവളുടെ കൈ ഇങ്ങനെ മുഖത്തേക്ക് അടുപ്പിച്ച് വെച്ച സമയത്ത്. ചെസ്റ്റർ ലവ്സ് യു, ഇറ്റ് സാങ് ചെസ്റ്റർ ലവ്സ് യു. അപ്പോൾ അമ്മ ഇങ്ങനെ പറയുകയാണ്, അമ്മ ഇങ്ങനെ കൈ ഇങ്ങനെ കവിളോട് അടുപ്പിച്ച് വെച്ചിട്ട് ഇങ്ങനെ പറയുകയാണ്, ചെസ്റ്റർ ലവ്സ് യു, ചെസ്റ്റർ ലവ്സ് യു. ചെസ്റ്റർ ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാണ്, അമ്മ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇതൊരു വളരെ ചെറിയ കഥയാണ്, എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോക്കുക, എന്നിട്ട് കഥയുടെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്